celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ എനി സ്മാർട്ട് ടെലിവിഷൻ. ഫൊക്കാനയുടെ 2024-26 ട്രസ്റ്റി ബോർഡ് ചെയർമാനായി ജോജി തോമസും വൈസ് ചെയർമാനായി സതീശൻ നായരും ട്രസ്റ്റി ബോർഡ് സെക്രട്ടറിയായി ബിജു ജോണും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഫൊക്കാന പ്രസിഡന്റ് സജിമോൻ ആന്റണിയും സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താനും മീറ്റിംഗിൽ സന്നിഹിതരായിരുന്നു. ഫൊക്കാന ട്രസ്റ്റി ബോർഡ് മെമ്പേഴ്സായ മുൻ പ്രസിഡന്റ് ജോർജി വർഗീസ്, ജോജി തോമസ്, സണ്ണി മറ്റമന, കലാഷാഹി, ബിജു ജോൺ, സതീശൻ നായർ, ടോണി കല്ലുകാവിങ്കൽ എന്നിവർ പങ്കെടുത്തു. കാനഡയ്ക്ക് അഭിമാനമായി ട്രസ്റ്റി ബോർഡ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട ജോജി തോമസ് ഫൊക്കാനയുടെ ട്രസ്റ്റി ബോർഡ് മെമ്പർ, അഡീഷണൽ അസോസിയേറ്റ് സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ച ശേഷമാണ് ട്രസ്റ്റി ബോർഡ് ചെയറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ വർഷത്തെ ഇലക്ഷൻ കമ്മിറ്റി മെമ്പറായി പ്രവർത്തിക്കുകയും ഫൊക്കാന തിരഞ്ഞെടുപ്പ് കുറ്റമറ്റ രീതിയിൽ നടത്താൻ കഴിഞ്ഞത് ജോജി തോമസിന്റെ കഴിവുകൊണ്ടുകൂടിയാണ്. കാനഡയിൽ നിന്നുള്ള ഫൊക്കാനയുടെ ഏറ്റവും ശക്തനായ നേതാവ് കൂടിയാണ് അദ്ദേഹം. കാനഡയിൽ ആദ്യമായാണ് ഫൊക്കാനയുടെ ട്രസ്റ്റി ബോർഡ് ചെയർമാനായി കാനഡയിൽ നിന്നും ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. കാനഡ, ലണ്ടൻ, ഒന്റാരിയോ മലയാളി അസോസിയേഷന്റെ മുൻ പ്രസിഡന്റായ ജോജി തോമസ് കാനഡ മലയാളികളുടെ ഇടയിൽ അറിയപ്പെടുന്ന സാമുദായിക കാരുണ്യ പ്രവർത്തകൻ കൂടിയാണ്. കാനഡയിൽ 2 ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമ കൂടിയാണ് അദ്ദേഹം. റിയൽ തോംസൺ ഫുഡ്സ് എന്ന സ്നാക്സ് മാനുഫാക്ചറിംഗ് കമ്പനിയും ലണ്ടൻ, ഒന്റാരിയോയിൽ മിന്റ് ലീവ്സ് ഇന്ത്യൻ കിച്ചൺ എന്ന പേരിൽ ഒരു റെസ്റ്റോറന്റും നടത്തുന്നുണ്ട്. ലണ്ടൻ സെന്റ് മേരീസ് സീറോ മലബാർ പള്ളിയിൽ നിന്നും 3 തവണ ട്രസ്റ്റിയായിരുന്ന ജോജി സേക്രഡ് ഹാർട്ട് സീറോ മലബാർ മിഷന്റെ മുൻ പാരിഷ് കൗൺസിൽ അംഗമാണ്. ബിൽഡിംഗ് കമ്മിറ്റി ചെയറായും പ്രവർത്തിച്ചിട്ടുണ്ട്. ലണ്ടൻ ജ്ഞാനായ കാത്തലിക് ചർച്ചിന്റെ പാരിഷ് കൗൺസിൽ മെമ്പറും ഡയറക്ടറേറ്റ് ഓഫ് ജ്ഞാനായ കാത്തലിക് ഇൻ കാനഡയുടെ ചെയർമാനുമാണ്. പാല വള്ളിച്ചിറ സ്വദേശിയായ ജോജി കാനഡയിലേക്ക് കുടിയേറിയ ശേഷം കാനഡയിലെ മലയാളികളുടെ ക്ഷേമത്തിനായി നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. ഭാര്യ രേഖ ജോജി, മക്കൾ ജെറീമ, ജോനാഥൻ, ജൈഡൻ എന്നിവരാണ്. വൈസ് ചെയറായി തിരഞ്ഞെടുക്കപ്പെട്ട സതീശൻ നായർ നാഷണൽ കമ്മിറ്റി മെമ്പറായും പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. മിഡ് വെസ്റ്റ് മലയാളി അസോസിയേഷന്റെ മുൻ പ്രസിഡന്റ് കൂടിയായ സതീഷ് NFIAയുടെ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. ഷിക്കാഗോ FIAയുടെ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുള്ള സതീഷ് KHNAയുടെ വൈസ് പ്രസിഡന്റ്, ട്രസ്റ്റി വൈസ് ചെയർ, കമ്മിറ്റി മെമ്പർ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. ഓവർസീസ് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകൻ കൂടിയായ സതീഷ് IOC USAയുടെ കേരള പ്രസിഡന്റായും പ്രവർത്തിക്കുന്നു. ഗീതാമണ്ഡലം സെക്രട്ടറിയായും പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം കരുണ ഫൗണ്ടേഷന്റെ ചെയർമാനായും പ്രവർത്തിക്കുന്നു. ലോക കേരള സഭ മെമ്പർ കൂടിയാണ് സതീഷ് നായർ. കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകനായി സ്കൂൾ, കോളേജ് തലങ്ങളിൽ സംഘടനാ പ്രവർത്തനം നടത്തി നേതൃത്വ നിരയിൽ പ്രവർത്തിച്ചു. യൂത്ത് കോൺഗ്രസ് ഭാരവാഹിയായും പ്രവർത്തിച്ചിട്ടുള്ള സതീഷ് നിരവധി പുരസ്കാരങ്ങളും അവാർഡുകളും നേടിയിട്ടുള്ള വ്യക്തിയാണ്. ഭാര്യ വിജി നായർ, മക്കൾ വരുൺ നായർ, നിതിൻ നായർ എന്നിവരോടൊപ്പം ഷിക്കാഗോയിലാണ് താമസം. സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബിജു ജോൺ ഫൊക്കാനയുടെ 2022-2024 ഭരണസമിതിയിൽ ട്രഷററായി പ്രവർത്തിച്ചു നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തി കൂടിയാണ്. അസാധാരണമായ സാമ്പത്തിക കാര്യനിർവഹണവും സംഘടനാ വൈദഗ്ധ്യവുമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഫൊക്കാനയുടെ മുൻ അഡീഷണൽ അസോസിയേറ്റ് ട്രഷററായും പ്രവർത്തിച്ചിട്ടുള്ള ബിജു നിലവിൽ ലോക കേരള സഭാംഗമാണ്.
അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയായ ബിജു ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ന്യൂയോർക്ക് ചാപ്റ്റർ ഭാരവാഹിയായിരുന്നു. ഫൊക്കാനയുടെ ത്രൈമാസികയായ ഫൊക്കാന ടുഡേയുടെ ചീഫ് എഡിറ്ററായും കൺവെൻഷൻ മാഗസിൻ ചീഫ് എഡിറ്ററായും കേരള സമാജം ഓഫ് ഗ്രേറ്റർ ന്യൂയോർക്ക് സിൽവർ ജൂബിലി സുവനീർ ചീഫ് എഡിറ്ററായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. നിലവിൽ കേരള എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റഡ് അസോസിയേഷൻ ഇൻ നോർത്ത് അമേരിക്കയുടെ ന്യൂസ് ലെറ്റർ ആൻഡ് പബ്ലിക്കേഷൻസ് കോർഡിനേറ്ററാണ്. കീൻ ലോങ് ഐലൻഡ് റീജിയണൽ വൈസ് പ്രസിഡന്റ്, പബ്ലിക് റിലേഷൻ കോർഡിനേറ്റർ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ്, MBA എന്നീ ബിരുദങ്ങൾ കരസ്ഥമാക്കിയ ബിജു ജോൺ കൊട്ടാരക്കര ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ്. ഭാര്യ ഷിജി ജോൺ, മക്കൾ ക്രിസ്റ്റീന, ജോവാന എന്നിവരുമൊത്ത് ന്യൂയോർക്കിലാണ് താമസം. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയക്കുക.